ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി, കറണ്ട് സിറ്റുവേഷൻ, അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജി സമയം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി നോക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ജീവിതത്തിൽ സ്റ്റക്കാണ് എന്നുള്ളതാണ് കാണുന്നത്. മേ ബി അവർക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു സമയം നേരിടുന്നുണ്ടായിരിക്കാം. ജോലിയിലും ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവർ മറ്റേതെങ്കിലും ഒരു ജോബ് ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പം എന്തായാലും അവർക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു എനർജിയാണ് കാണുന്നത്. ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഈ ഒരു പേഴ്സണെ നേരിടുന്നതായിട്ട് കാണുന്നു. അല്ലെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്റ്റക്കാണെന്നാണ് കാണുന്നത്. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ലാത്ത ഒരു അവസ്ഥയാണ് കാണുന്നത്. നമുക്കതിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. യൂണിവേഴ്സ് പ്ലീസ് ക്ലാരിഫൈ നൈറ്റ് ഓഫ് പെന്റക്കിൾസ്. യെസ്, അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു പേഴ്സണായിട്ട് കാണുന്നു. മേ ബി ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഫാമിലിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഫാമിലിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഈ ഒരു വ്യക്തിയുടെ തലയിലായിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം വേണ്ട വിധത്തിൽ നിർവഹിക്കേണ്ടത് കൊണ്ട് തന്നെ അവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ ഒരു സമയം നേരിടുന്നതായിട്ട് കാണുന്നു. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പ് വൈസ് പറയുകയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ സ്റ്റക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിലനിൽക്കുന്ന ഒരുപാട് സ്ട്രെസ്സുകളാണ്. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. മേ ബി എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എതിരായിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഫാമിലി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടേത്. അല്ലെങ്കിൽ ഈ ഒരു നിങ്ങളുടെ വ്യക്തിക്ക് ഫാമിലി ഉണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും കഴിയുന്നില്ല. എന്തായാലും ഈ ഒരു വ്യക്തി ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു വ്യക്തി ഒറ്റയ്ക്കാണ്. കാരണം എല്ലാം ആ ഒരു വ്യക്തിയുടെ തലയിലാണ് എല്ലാം ഉള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ ഈ ഒരു പേഴ്സൺ ഉണ്ടാവുന്നുണ്ട്. വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഈ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ നോക്കാം. ഇത് അവരുടെ കറണ്ട് എനർജി ആയിരുന്നു. ആ ഒരു വ്യക്തി സ്റ്റക്കാണ്. അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതായിട്ടാണ് കാണുന്നത്. ഇനിയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ നോക്കുമ്പോൾ മേ ബി നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരിക്കാം. പക്ഷെ അതിനൊരു ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് വെയിറ്റ് ചെയ്ത്, അതായത് നിങ്ങളുടെ ആ ഒരു ക്ഷമ നശിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇത്രയും കാലം നിങ്ങൾ വളരെ ക്ഷമയോട് കൂടിയിട്ടാണ് നോക്കിയിരുന്നത്. പക്ഷെ അതിനൊരു റിസൾട്ട് ഉണ്ടാവാത്തതാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. മേ ബി അതിൻ്റേത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഇത്രയും സ്ട്രെസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മേ ബി ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണിന് വേണ്ടപ്പെട്ട ആളുകൾ തന്നെ ആയിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ നേരത്തെ അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കാം. അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം, ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ആയിരിക്കാം. അപ്പോൾ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത് ഇവിടെ ആ ഒരു വ്യക്തിക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്രയധികം പ്രോബ്ലംസുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ യാതൊരു ഗ്രോത്തും ഇല്ലാത്ത ഒരവസ്ഥ കാണുന്നത്. 3 ഓഫ് പെന്റക്കിൾസ് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കട്ടെ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. മേ ബി ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളത്. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് മേ ബി ഫാമിലി ആയിരിക്കാനായിട്ടുള്ള ചാൻസ് ആണ് ഇവിടെ കാണുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു ഈ ഒരു പേഴ്സൺ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു പേഴ്സൺ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണ് ഫാമിലി ഉണ്ടായിരിക്കാം.
ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത് മേ ബി ആ ഒരു പേഴ്സൻ്റെ ഫാമിലി ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളത് കാണുന്നത്. പക്ഷേ ഇവിടെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് വരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. മേ ബി നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പിന്നെയും സ്റ്റാർട്ട് ആവുന്നതായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നതായിരിക്കാം, ഒരു റീയൂണിയൻ ആയിരിക്കാം. എന്തായാലും ഇവിടെ ഒരു സമയം ചേഞ്ച് ആവുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും കാലം നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്തെങ്കിൽ ഇവിടെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. മേ ബി അവർ ആ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും നിങ്ങളുമായിട്ട് ഇനിയും റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ ഒരു ഓഫർ തരാനായിട്ട് ആഗ്രഹിക്കുന്നു. മേ ബി ഈ ഒരു റിലേഷൻഷിപ്പ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു കംപ്ലീഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഫർ ആയിരിക്കാം. എന്തായാലും മേ ബി ഈ ഒരു പേഴ്സൻ്റെ ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു പേഴ്സൻ്റെ എനർജി പറയുകയാണെങ്കിൽ വളരെയധികം ഇമ്മച്വറായിട്ടുള്ളൊരു പാർട്ട്ണറായിട്ട് കാണുന്നു. അതായത് വരുമരാഴികളൊന്നും ചിന്തിക്കാതെ എടുത്ത് ചാടുന്ന ഒരു പേഴ്സണായിട്ട് കാണുന്നു. വളരെയധികം കെയർലെസ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് കാണുന്നു. മറ്റുള്ളവരുടെ ഇമോഷൻസിനെ ഒന്നും മാനിക്കാത്ത ഒരു വ്യക്തിയായിട്ട് കാണുന്നു. ഒരു ചൈൽഡ് ലൈക്ക് ആറ്റിറ്റ്യൂഡാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്. എന്തായാലും ഈ ഒരു പേഴ്സൺ വെയിറ്റിംഗ് ആണ്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു കംപ്ലീഷനിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇനിയും സ്റ്റാർട്ട് ആകണം എന്നുള്ളതായിരിക്കാം. മേ ബി ഈ ഒരു പേഴ്സൻ്റെ ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് എന്തോ ഒരു ഓഫർ വരുന്നതായിട്ട് കാണുന്നു. മേ ബി ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് എന്തെങ്കിലും ഓഫർ തരുന്നതായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നതായിട്ട് കാണുന്നു. മേ ബി അത് നിങ്ങളുടെ ആയിരിക്കാം. ആ ഒരു മാനിഫെസ്റ്റേഷൻ അതൊരു കംപ്ലീഷനിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വിഷ് ഫുൾഫിൽ ആകുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നു. അതായത് ഇത്രയും കാലം നിങ്ങൾ വെയിറ്റ് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണോ ആഗ്രഹം അതൊരു ഫുൾഫിൽമെൻറ്റിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് ഇത് 9 ഓഫ് കപ്സ്. അപ്പം നിങ്ങൾക്കൊരു ഓഫർ വരുന്നതായിട്ട് കാണുന്നു, അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നതായിട്ട് കാണുന്നു. മേ ബി ആ ഒരു ഓഫർ എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആയിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും ഇവിടെ സമയം മാറുകയാണ്. നമുക്ക് വീൽ ഓഫ് ഫോർച്യൂൺ അഗൈൻ കിട്ടിയിരിക്കുന്നു. ഇവിടെ സമയം മാറുകയാണ്. അപ്പം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ആ ഒരു ലൈഫായിരിക്കാം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇത്രയും നാളത്തെ നിങ്ങളുടെ കാത്തിരിപ്പിൻ്റെ ഫലമായിരിക്കാം നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ഇവിടെ നിങ്ങളുടെ എനർജി ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെയധികം സ്നേഹവും കരുതലും അതുപോലെ തന്നെ എല്ലാ കാര്യവും നല്ല രീതിയിൽ നോക്കി നടത്തുന്ന ഒരു വ്യക്തിയായിട്ടാണ് തന്നെയാണ് കാണുന്നത്. മറ്റുള്ളവരുടെ ഇമോഷൻസിനെ എല്ലാം മാനിച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ നിങ്ങളുടെ പാർട്ട്ണറുടെ എനർജി നോക്കുന്ന സമയത്ത് അവർ മറ്റുള്ളവരെയൊന്നും മൈൻഡ് ആക്കാതെ അവരുടെ ഇഷ്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. വളരെയധികം ഇമ്മച്വറായിട്ടുള്ളൊരു വ്യക്തിയായിട്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ വളരെ സെൻസിറ്റീവാണ് എല്ലാ കാര്യത്തിലും. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലംസ്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളത് നല്ല രീതിയിൽ വേദനിപ്പിക്കുമായിരിക്കും. കാരണം നിങ്ങൾ വളരെയധികം സെൻസിറ്റീവാണ്. പക്ഷേ നിങ്ങൾക്ക് മറ്റുള്ളവരെ കെയർ ചെയ്യാനും മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്നും മറ്റുള്ളവരെ കെയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും എല്ലാം നിങ്ങൾക്ക് നല്ലതായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഇമോഷൻസിനെ മാനിച്ചാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇവിടെ നിങ്ങളുടെ എനർജി ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന കുറേ വ്യക്തികൾ ഉണ്ടായിരിക്കാം. അതായത് നിങ്ങളെ മതിയെന്ന് വിചാരിച്ച് നടക്കുന്ന കുറേ വ്യക്തികളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ അതെല്ലാം ഇഗ്നോർ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. മേ ബി ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനൊക്കെ മുതലെടുത്ത് ചില ആളുകൾ നിങ്ങളെ സമീപിക്കുന്നുണ്ടായിരിക്കാം. എന്തെങ്കിലും ഓഫേഴ്സ് ഒക്കെ നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് പക്ഷെ അതൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ അതെല്ലാം ഇഗ്നോർ ചെയ്യുകയാണ്. കാരണം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൻ്റെ ആബ്സെൻസ് നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു പുതിയ കാര്യങ്ങളിലൊന്നും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതൊന്നും വേണ്ടാന്ന് വെക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്.
നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ അതിജീവിക്കണം എന്നുള്ളത് എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തു നിന്നും പുറത്തു നിന്നും ഒരുപാട് എക്സ്റ്റേണൽ എനർജീസ് അല്ലെങ്കിൽ ഇന്റേണൽ എനർജീസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെതിരായി നിൽക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിനെല്ലാം ഓവർകം ചെയ്ത് വേണം ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളത് കാണാൻ സാധിക്കുന്നു. അതത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല എന്ന് കാണാൻ സാധിക്കുന്നു. മേ ബി നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലവേഴ്സൊക്കെ സിംഗിൾ ആണെങ്കിൽ ലവേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവരുടെ ഫാമിലി, അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എതിരായിട്ട് നിൽക്കുന്നത് അവരുടെ ഫാമിലി ആയിരിക്കാം. ചിലപ്പോൾ അവരുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എതിരായിട്ട് നിൽക്കുന്നത്. അതായത് നിങ്ങളെ അവർക്ക് അംഗീകരിച്ച് തരാനായിട്ട് കഴിയുന്നുണ്ടാവില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുള്ളതായിട്ട് കാണുന്നു. ഇനി നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും കാണുന്നുണ്ട്. മേ ബി ആ ഒരു സിറ്റുവേഷൻ ഉള്ളതും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു വെല്ലുവിളിയായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില പ്രയാസങ്ങൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നു എന്നുള്ളതും കാണാൻ സാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നല്ല രീതിക്ക് ബുദ്ധിമുട്ടുള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ നിങ്ങളുടെ പേഴ്സണൽ നെക്സ്റ്റ് ആക്ഷൻ നമുക്ക് നോക്കാം. ഈ ഒരു വ്യക്തി ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണുന്നില്ല. അവരുടെ ഉള്ളിൽ ഒരുപാട് കുറ്റബോധമുണ്ട് നിങ്ങളോട് ചെയ്ത തെറ്റുകളെക്കുറിച്ച് ഓർത്തിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വാഗ്ദാനം തന്നിട്ടുണ്ടായിരിക്കും, ഞാൻ ജീവിതകാലം മൊത്തം നിൻ്റെ കൂടെ കണ്ടോളാം എന്നുള്ള വാഗ്ദാനം എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടായിരിക്കും. അത് പാലിക്കാൻ കഴിയാത്തതിലുള്ള ഒരു സങ്കടം ഈ ഒരു പേഴ്സൺ ഉണ്ടായിരിക്കാം. ഈ ഒരു പേഴ്സൺ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള വ്യക്തിയാണ്. അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഏത് വഴി തിരഞ്ഞെടുക്കണമെന്നുള്ള ചിന്ത ഇപ്പോഴും ഒരു കൺഫ്യൂഷനായിട്ട് നിലനിൽക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കുകയില്ല. വളരെയധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് നിങ്ങളെ കുറിച്ച് ഓർത്തിട്ട്. അപ്പം എന്തായാലും വളരെയധികം കുറ്റബോധം നിലനിൽക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളോടുള്ള വാക്ക് പാലിക്കാൻ കഴിയാത്തതിലായിരിക്കാം മേ ബി. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ നോക്കാം. ഇവിടെ നിങ്ങളുടെ കറണ്ട് എനർജിയിൽ ആ ഒരു പേഴ്സൺ നെക്സ്റ്റ് ആക്ഷൻ എടുക്കുമ്പോൾ നോക്കിയ സമയത്ത് ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കില്ലെന്നാണ് നമ്മൾ കണ്ടത്. പക്ഷേ നിങ്ങളുടെ ഫ്യൂച്ചർ എനർജിയിൽ ഏസ് ഓഫ് വാൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് ഇനിയും സ്റ്റാർട്ടാകും, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഒരു ആക്ഷൻ എടുക്കും ഫ്യൂച്ചറിൽ, അതാണ് മീൻ ചെയ്യുന്നത്. അത് എന്തെന്നാൽ നിങ്ങളുമായിട്ടുള്ള ഒരു സ്പിരിച്വൽ യൂണിയൻ ആയിരിക്കാം. കാരണം നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ഒരു സോൾമേറ്റ് കണക്ഷനായിട്ടാണ് കാണുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇനിയും സ്റ്റാർട്ടാകും, ഫ്യൂച്ചറിൽ സ്റ്റാർട്ടാകും എന്നുള്ളൊരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. പക്ഷേ കറണ്ട് സിറ്റുവേഷനിൽ ആ ഒരു വ്യക്തി ഒരു ആക്ഷൻ എടുക്കില്ല. ഫ്യൂച്ചറിൽ ആ ഒരു വ്യക്തി ഒരു ആക്ഷനിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ സ്റ്റക്കായിട്ടാണ് കാണുന്നത്. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ലാത്ത ഒരവസ്ഥ. വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനെന്ന് കാണുന്നു. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഒരാൾ വെയിറ്റിംഗ് ആണെന്നാണ് കാണുന്നത്. വളരെ കാലമായിട്ട് ഈ ഒരു പേഴ്സണെയും കാത്തു നിൽക്കുന്ന ഒരു എനർജിയാണ്. അത് നിങ്ങളായിരിക്കാം മേ ബി. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നതായിട്ടും കാണുന്നു. ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയ സമയത്ത് നിങ്ങൾ പലവിധ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒക്കെ ഇതിനോടകം തന്നെ ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സണെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് എന്തോ ഒരു ഓഫർ, അതായത് ഈ ഒരു മാനിഫെസ്റ്റേഷൻ്റെ പവർ ആയിരിക്കാം, എന്തോ ഒരു ഓഫർ വരുന്നതായിട്ട് കാണുന്നു. ആ ഒരു ഓഫർ എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആയിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾ എത്രയും കാലം ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം പ്രതീക്ഷിച്ച് വെയിറ്റ് ചെയ്തത്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓഫേഴ്സ് വരുന്നതായിട്ട് കാണുന്നു. മേ ബി മറ്റുള്ള വ്യക്തികൾ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഈ ഒരു നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെയധികം സ്ട്രഗിൾ നേരിടുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നു. അതിനെതിരായിട്ട് നിൽക്കുന്നത് ആ ഒരു പേഴ്സൻ്റെ ഫാമിലി ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. എന്തായാലും ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കുമോ എന്നുള്ള ചോദ്യത്തിന് ആൻസർ നോ എന്നാണ്. കാരണം ആ ഒരു വ്യക്തിക്ക് ഒന്നിലധികം ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു വ്യക്തി ഒരു ആക്ഷൻ എടുക്കില്ല. പക്ഷേ ഫ്യൂച്ചർ എനർജിയിൽ ഈ ഒരു പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കും. അത് നിങ്ങളുമായിട്ടുള്ള സ്പിരിച്വൽ യൂണിയനാണ്. അപ്പം ഇനി നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സും കൂടി നോക്കാം. സിക്സ് ഓഫ് കപ്സ്. ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ള പാസ്റ്റ് മെമ്മറീസിൽ തന്നെ കഴിയുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് പൂർത്തീകരിക്കാൻ പറ്റാത്ത വാഗ്ദാനങ്ങൾ, അതായത് ആ ഒരു വ്യക്തി പറഞ്ഞു പോയതായിട്ടുള്ള വാക്കുകളെല്ലാം
പൂർത്തിയാക്കാൻ കഴിയാത്തതിൽ, അല്ലാതെ പാലിക്കാൻ കഴിയാത്തതിലുള്ള കുറ്റബോധം നിലനിൽക്കുന്നതായിട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു പാസ്റ്റ് മെമ്മറീസിൽ തന്നെ കഴിയുകയാണ്. ആ ഒരു വ്യക്തി നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് ഒക്കെ ഈ ഒരു വ്യക്തി ഓർത്തെടുക്കുന്നതായിട്ടാണ് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ ആ ഒരു മെമ്മറീസിൽ തന്നെയാണ് ഈ ഒരു വ്യക്തിയിൽ ഇപ്പോൾ ഉള്ളത്. ഫീലിങ്സ് നോക്കാം. നിങ്ങളുടെ വ്യക്തിയോട് ഇപ്പോഴത്തെ ഫീലിങ്സ്. മേ ബി ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഞാൻ പറഞ്ഞില്ലേ ഏത് സമയം നിങ്ങളെ പറ്റിയിട്ടുള്ള ചിന്തകളിൽ കഴിയുകയാണ്. അപ്പോൾ അവരുടെ ആ ഒരു ആഗ്രഹം, അവരുടെ ആ പൂർത്തീകരിക്കാൻ പറ്റാത്ത ആ ഒരു ആഗ്രഹം മാനിഫെസ്റ്റേഷൻ ആയിട്ട് മാറുന്നുണ്ടായിരിക്കാം. നിങ്ങളിൽ വളരെയധികം അട്രാക്ഷൻ തോന്നുന്നു ഈ ഒരു പേഴ്സണ് എന്നുള്ളൊരു എനർജിയാണ് കിട്ടുന്നത്. നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നു. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഒക്കെ അറിയുന്നുണ്ടായിരിക്കാം. കാരണം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ടെലിപ്പതി കണക്ഷൻ ഉണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ആ ഒരു പ്രസൻസ് മനസ്സിലാവുന്നുണ്ട്. മേ ബി നിങ്ങൾ മിസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം. എന്തായാലും ഇവിടെ ഒരു മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പോസിറ്റീവ് സയൻസ് ഇതിനോടകം തന്നെ കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. മേ ബി എന്തെങ്കിലും ബട്ടർഫ്ലൈസ് ആയിരിക്കാം, റെയിൻബോ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള, അല്ലെ 2 പക്ഷികൾ ഒന്നിച്ച് പറന്നു പോകുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള സയൻസ് കാണുന്നുണ്ടായിരിക്കാം, അല്ലെ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള സയൻസ് നിങ്ങൾക്ക് കാണാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ആ ഒരു എനർജിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് ആ ഒരു വ്യക്തി. ഈ ഒരു വ്യക്തി എല്ലാ കാര്യങ്ങളും ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. മേ ബി തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിക്കോട്ടെ, അവരുടെ ലൈഫിലെ മറ്റെന്ത് കാര്യങ്ങളായിക്കോട്ടെ, സാമ്പത്തികപരമായ കാര്യങ്ങളായിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, എല്ലാം ഒരു ബാലൻസിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ അരികിലേക്ക് എത്രയും വേഗം വരണം എന്നുള്ളതാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. ചാരിയറ്റാണ്. ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു പോസിറ്റീവ് മൂവ്മെന്റ് ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഈ കാണുന്നത്. ആ ഒരു പോസിറ്റീവ് ചേഞ്ച് എന്നാൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഇനിയും സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു കംപ്ലീഷനിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. കാരണം ആ ഒരു വ്യക്തി, നമ്മളവരുടെ ഫീലിങ്സ് ആണ് നോക്കുന്നത്, ആ ഒരു വ്യക്തി അവരുടെ ലോകമായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ലൈഫ് ഒരു കംപ്ലീറ്റ് ആകുകയുള്ളൂ എന്നുള്ളത് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നു ഈ ഒരു സമയം. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അപ്പം അവരുടെ കറണ്ട് സിറ്റുവേഷനിൽ അവർക്ക് എത്രയധികം സ്ട്രെസ്സും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊക്കെ അവസ്ഥയുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു മാറ്റം വരുന്നതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ എനർജിയിൽ.